Hi, hello, and good morning. So, I'm coming up with a breakfast video, and I'm not doing anything like the fancy ആയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. It's just like a basic, easy to make എല്ലാവർക്കും അറിയാവുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ്. So, this is my scene from my kitchen. എന്ന് വെച്ചാൽ ഫുൾ മെസ്റ്റപ്പ് ആണ്. ഇപ്പം ഞാൻ എടുത്ത് താഴെ വെച്ച കവർ രാവിലെ ഞാൻ പോയി കുറച്ച് പർച്ചേസ് എല്ലാം ചെയ്തുകൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളാണ്. പിന്നെ ആ ഒരു കിച്ചണിൻ്റെ ക്യാബിനറ്റിൻ്റെ പുറത്ത് കാണുന്ന പോലെ തന്നെ ഫുൾ മെസ്റ്റപ്പാണ്. മുഴുവൻ പ്ലാസ്റ്റിക്കും നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്ത കവേഴ്സ് അതെല്ലാം ഞാൻ റിമൂവ് ചെയ്യായിരുന്നു രാവിലെ ഫസ്റ്റ്, സോ ദാറ്റ് ഐ ജസ്റ്റ് ഹാവ് സം ക്ലീൻ സ്പേസ് ഇൻ കിച്ചൺ. അങ്ങനെ അതെല്ലാം ചെയ്തതിന് ശേഷം ഐ എം ഗോയിങ് ടു അൺബോക്സ് മൈ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ. സോ ദിസ് വിൽ ബി എ അൺബോക്സിങ് വീഡിയോ. ഇത് ആക്ച്വലി സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ. ബേസിക്കലി നിങ്ങൾക്ക് അവിടെ ഈ ഒരു ക്യാബിനറ്റിൻ്റെ പുറത്തൊരു മ്യൂസ്ലിയുടെ പാക്കറ്റ് ഇരിക്കുന്ന കാണാം, കെച്ചപ്പ് കാണാം. നൗ ഐ ഹാവ് ആഡഡ് അഗെയിൻ ബ്രെഡ് ബിക്കോസ് ഇറ്റ് ഈസ് ഈസി ടു മേക്ക്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാനൊക്കെ. ആൻഡ് ദാറ്റ് ഇസ് ലൈക്ക് ഇപ്പോൾ ഇഫ് ഐ ഗോ ഫോർ വർക്ക് അത് പെട്ടെന്നൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാം. രാത്രിയാണെങ്കിൽ ഇഫ് ഐ എം ഹംഗ്രി ഐ ക്യാൻ ഈറ്റ് ദാറ്റ്. ആൻഡ് ഓഫ് കോഴ്സ് എഗ് എന്ന് പറയുന്നത് ബ്രെഡിൻ്റെ കൂടെ ഐ ലൈക്ക് ഈറ്റിംഗ് എഗ്. അത് മോയ്സ്ചറൈസറാണ്, അത് തിന്നാൻ പറ്റില്ല. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയലിന് വേണ്ടി മേടിച്ചാണ്. ദെൻ ഓഫ് കോഴ്സ് ഞാൻ ജാം വേണ്ട എന്ന് പറഞ്ഞ് വെച്ചേക്കായിരുന്നു. ബട്ട് എപ്പോഴും മുട്ടയുടെ കൂടെ കഴിക്കുമ്പോഴത്തേക്ക് ഒരു സുഖമല്ല. അപ്പോൾ ഐ തോട്ട് ലൈക്ക് ഐ ബൈ ജാം. പിന്നെ യോഗേർട്ട് മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഒന്ന് ബ്ലൂബെറി ഫ്ലേവേർഡാണെന്ന് തോന്നുന്നു. ഇറ്റ് വാസ് ബൈ 1 get 1 free. പിന്നെ ഐ ബോട്ട് എ സ്മോൾ ഫേസ് വാഷ്. ദെൻ ലോട്ട്സ് ഓഫ് പാക്കറ്റ് ഓഫ് മിൽക്ക്. ഇപ്പം ഞാൻ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞ അന്നത്തെ മറ്റേ ടെട്രാ പാക്കിലത്തെ മിൽക്ക് എന്ന് പറയുന്നത്. ഏതോ ഒരു ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് ഞാനതൊരു 10 to 12 മേടിച്ചു. ഇറ്റ് ഇസ് ഹാവിങ് എ എക്സ്പയറി ടിൽ നവംബർ ഓർ സംതിങ്. സോ വിത്തിൻ ദാറ്റ് ടൈം ഐ ക്യാൻ യൂസ് ഇറ്റ്. അതിന് മുമ്പേ ഇത് തീരും. പിന്നെ ടാങ്കിൻ്റെ 2 ഫ്ലേവർ ചെറിയ പാക്കറ്റും മേടിച്ചു. ബിക്കോസ് ഇഫ് ഐ ഫീൽ ടു ഡ്രിങ്ക് സംതിങ് കൈൻഡ് ഓഫ് ജ്യൂസ്, ഇവിടെ പ്രത്യേകിച്ച് മിക്സി ബ്ലെൻഡർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ദിസ് ഇസ് ദ ഓപ്ഷൻ വിച്ച് ഇസ് ഈസിലി ഐ ക്യാൻ യൂസ്. അപ്പോൾ ഒരു പാക്കറ്റ് പാലും കത്തി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് വി സ്റ്റാർട്ട് ദ ഡേ വിത്ത് കോഫി. സോ കോഫിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആൻഡ് ഇത്രയേ ഉള്ളൂ എൻ്റെ കിച്ചണിലത്തെ സാധനങ്ങളെന്ന് പറയുന്നത്. ദെൻ ഞാൻ 2 ആപ്പിളിൽ നിന്ന് മേടിച്ച് ബാക്കി ഉണ്ടായിരുന്നു. ദെൻ ഞാനിപ്പോൾ മേടിച്ച പാല് മുഴുവൻ ഇവിടെ ഇങ്ങനെ ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്. തേയില ഇരിപ്പുണ്ട്. ഒരു പാക്കറ്റ് സർഫ് എന്തിനാണ് അവിടെ വെച്ചേക്കുന്നത് എനിക്കറിയത്തില്ല. ഓക്കെ, ഞാൻ പോയി മാറ്റണം. നൗ പ്ലേറ്റ്സും നമ്മുടെ യൂട്ടൻസിൽസൊക്കെ ഒന്ന് വാഷ് ചെയ്യാണ്. സ്റ്റാർട്ടിങ് വിത്ത് കോഫി. അപ്പോൾ ഇതാണ് ആ പാക്കറ്റ്. കണ്ടോ, പാക്കറ്റ് അങ്ങ് പൊട്ടിച്ചങ്ങ് നേരെ അങ്ങ് ഇതിനകത്ത് അങ്ങ് ഇട്ടാൽ മതി. ഇറ്റ്സ് സോ ഈസി ടു. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്പേസിൽ ഫ്രിഡ്ജില്ല, അതൊന്നും ഇല്ലെങ്കിൽ ഇഫ് യു നീഡ് എ കോഫി ഓർ ടീ, ഐ തിങ്ക് ദിസ് ഇസ് എ ബെസ്റ്റ് ഓപ്ഷൻ. ഈ ഒരു പാക്കറ്റിന് എനിക്ക് തോന്നുന്നു 10 or 12 rupees ഒരാൾക്കുള്ള ചായക്ക് അല്ലെങ്കിൽ കോഫിക്ക് ദിസ് ഇസ് മോർ ദാൻ ഇനഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വേണമെങ്കിൽ ഇപ്പം നിങ്ങളധികം വെള്ളമൊക്കെ ചേർത്തിട്ട് ചായയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ യു ക്യാൻ മേക്ക് 2 cups ഓഫ് കോഫി ഓർ ടീ. ഞാനിപ്പോൾ ഇതിൽ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ കപ്പ് കുറച്ച് വലുതാണ്. അപ്പോൾ എൻ്റെ കപ്പിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ പാക്കറ്റ് മിൽക്കും കുറച്ചും കൂടെ വാട്ടർ ഞാൻ ആഡ് ചെയ്യും. സോ ദാറ്റ് ദ ഫുൾ കപ്പ് ഓഫ് ടീ ഓർ കോഫി ഐ ഗെറ്റ്. അപ്പം ഫുള്ളി പ്ലെയിൻ മിൽക്കിൽ എനിക്ക് കുടിക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. കുറച്ച് ഹെവി ആയിട്ടുള്ളതുപോലെ ഫീൽ ചെയ്യും. So yeah, and these are the things. I will actually make a video where what are the basic things that you want to have in a kitchen when you live as a bachelor. ആ ഒരു ടൈപ്പ് ഓഫ് വീഡിയോ കൂടെ ഞാൻ ചെയ്യാം. സോ ദാറ്റ് വിൽ ബി ലൈക്ക് ഗുഡ്. എന്താണെന്ന് വെച്ചാൽ യു വിൽ ഓൾസോ അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ ബേസിക് തിങ്സ് ആൻഡ് വാട്ട് ആർ ഈ ബേസിക് തിങ്സ് വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാമല്ലോ. സോ ദാറ്റ്സ് മൈ ഇൻഡക്ഷൻ കുക്കർ. ഞാനന്ന് ലുലുന്ന് മേടിച്ചതാണ്. ഇറ്റ്സ് ഗോയിങ് ഗുഡ് ടിൽ നൗ. എൻ്റെ കോഫി പൗഡറാണ് താഴെ വീണത്. Then that cloth is also kitchen cloth. You will get it for 10, 20 or something, and you can use for wiping your plates or cleaning your kitchen or something. Then this is a coffee mug I told. ഞാൻ ആക്ച്വലി ഇപ്പോൾ എണീറ്റേ ഉള്ളൂ. അപ്പോൾ കുറച്ച് അതൊക്കെ പറഞ്ഞ് ഉറക്കത്തിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇത് ഞാൻ 2 days മുന്നേ ഷൂട്ട് ചെയ്തതാണ്. സോ ആൻഡ് ടുഡേ സൺഡേ ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത്. സോ ഐ എം ഫ്രീ. ഐ തോട്ട് ലൈക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വീഡിയോ കണ്ടിട്ട് ഞാനിപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ ഞാൻ ആ കൂടെ ഒരു പാത്രമേ മേടിച്ചിട്ടുള്ളൂ എന്തെങ്കിലും സാധനങ്ങൾ അടച്ചു വയ്ക്കാൻ. അത് ഈ പറഞ്ഞ 4 ലോക്കുള്ള കണ്ടില്ലേ, 4 സൈഡിൽ ലോക്കുള്ളൊരു പാത്രമാണ്. അതിൻ്റെ അകത്താണ് ഞാൻ ഷുഗർ ഇട്ടേക്കുന്നത്. അപ്പോൾ ഷുഗർ അല്ലാതെ വേറെ ഒന്നും ഞാൻ ഇത് വെളിയിൽ വെച്ചിട്ടില്ല. സോ ഇൻസ്റ്റൻറ്റ് കോഫി ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നതും
ആക്ച്വലി ഞാൻ ട്രയലാണ് ഇതിപ്പോൾ ബേസിക്. ഞാൻ ഒരു ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും ഐ ബോട്ട് ദിസ് ബ്രൂ ഇൻസ്റ്റൻറ്റ് വൺ. ബാക്കിയുള്ളത് ഇനിയിപ്പോൾ അത് തീർന്നതിന് ശേഷം ഐ എക്സ്പെരിമെൻറ്റ് വിത്ത് ഡിഫറെൻറ്റ് കോഫീസ് സോ ദാറ്റ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വിച്ച് ഇസ് ഗിവിങ് യു ദാറ്റ് കിക്ക്. ആൻഡ് ഇതാണ് പാല് ചൂടാക്കിയാൽ ഇങ്ങനെ ഇരിക്കും എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. മിക്സ് ചെയ്യുന്നുണ്ട്. സോ ടുഡേ ഞാൻ ആക്ച്വലി കുറച്ച് ടൈം ഉണ്ടായിരുന്നു. ഞാൻ ഒരു 6:30 എന്തോ എണീറ്റിട്ടുണ്ടായിരുന്നു. സോ ഐ തോട്ട് ലൈക്ക് കുറച്ച് ടൈം കൂടുതലുണ്ടല്ലോ. അപ്പോൾ ഐ തോട്ട് ലൈക്ക് കോഫി ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ ഉണ്ടാക്കുന്നൊരു വീഡിയോ എടുക്കാം എന്നുള്ളത്. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നൊരു പ്രചോദനം. ബിക്കോസ് ഐ ഹാഡ് ടൈം. ഇത് ഓഫീസിൽ പോയൊരു ദിവസം തന്നെയാണെന്ന് തോന്നുന്നു. ദിസ് വാസ് ടേക്കൺ ഒരു ഓഫീസിൽ പോയ ദിവസം തന്നെയായിരുന്നു. ബട്ട് ഞാൻ നേരത്തെ എണീറ്റുണ്ടായിരുന്നു. ഐ ഗോട്ട് ടൈം. ഇപ്പം നോർമലി ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓഫീസ് പോയി തുടങ്ങുന്ന ഡേയ്സിലെല്ലാം ഐ യൂസ് ടു ഹാവ് ഫ്രം ഔട്ട് സൈഡ്. ബട്ട് സ്റ്റിൽ ഞാൻ ഓഫീസിൽ പോകാൻ ലേറ്റ് ആവുമായിരുന്നു. സോ ഐ തോട്ട് ലൈക്ക് എന്തായാലും ബ്രെഡ് ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വീട്ടിൽ ഐ വിൽ മേക്ക് സംതിങ്, ഹാവ് എ ഗുഡ് ലഞ്ച് ഫ്രം ഔട്ട് സൈഡ് ആൻഡ് മേ ബി ഡിന്നർ ഓൾസോ. രാവിലെ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെയൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാനൊരു ഓംലെറ്റ് ഓർ ബുൾസൈ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയിലാണ്. അപ്പോൾ കണ്ടല്ലേ, പ്രോ. യു നോ ദാറ്റ് ഐ മേക്ക് ഫുഡ് അല്ലേ? ഞാനിപ്പോൾ എന്തിനാണ് പറഞ്ഞത്? ഓക്കെ ഫൈൻ, ലെറ്റ് ഇറ്റ് ബി അതിനകത്ത്. അപ്പം ഞാൻ മുട്ടയും ബ്രെഡ്, ദിസ് ഇസ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഞാനിപ്പോൾ മ്യൂസ്ലി മേടിച്ച് വെച്ചിട്ടുണ്ട്. സോ മ്യൂസ്ലി എനിക്ക് ആദ്യം ആക്ച്വലി മ്യൂസ്ലി യോഗേർട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം യോഗേർട്ട് പണ്ടെപ്പോഴോ ട്രൈ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ഐ ട്രൈഡ് ദിസ് ഫ്ലേവേർഡ് യോഗേർട്ട്. അപ്പോൾ എനിക്ക് ആ ഫ്ലേവർ ഉള്ളതുകൊണ്ട് യോഗേർട്ട് ഇഷ്ടപ്പെട്ടു. നൗ ഇറ്റ്സ് ലൈക്ക് ഐ എം ഓക്കെ വിത്ത് ദ പ്ലെയിൻ യോഗേർട്ട് ഓൾസോ. അപ്പോൾ അതുകൊണ്ട് മ്യൂസ്ലി ആൻഡ് എനി ഫ്ലേവേർഡ് ഓർ പ്ലെയിൻ യോഗേർട്ട് ഇസ് ഓൾസോ ഓക്കെ. ബട്ട് യോഗേർട്ട് നമ്മൾ അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ നോക്കുമ്പോഴത്തേക്കും യു ഹാവ് ടു കീപ്പ് ഇറ്റ് ഇൻ ഫ്രിഡ്ജ് ഓർ 4°C ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പം ഐ കാൺ സ്റ്റോക്ക് എനിത്തിങ് ഹിയർ. അപ്പം ഞാനിപ്പം യോഗേർട്ട് മേടിച്ചാലും ഐ ക്യാൻ ഓൺലി ബൈ സ്മോൾ പാക്കറ്റ്സ്, യൂസ് ഇറ്റ് ഇൻസ്റ്റൻ്റ്ലി ഓർ യൂസ് ഇൻ വിത്തിൻ ദ ഡേ, ദെൻ ഇറ്റ്സ് ഓവർ. അല്ലാതെ എനിക്ക് ഇവിടെ വെച്ചേക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ്സ് സോ ഹോട്ട് ഹിയർ ആൻഡ് പുറത്ത് വെച്ചാൽ ചിലപ്പോൾ ചീത്തയാവാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് ഐ എം നോട്ട് ബൈയിങ് എനിത്തിങ് മോർ. സോ മൈ ബുൾസൈ ഇസ് റെഡി. പിന്നെ അതിപ്പോൾ എങ്ങനെ മറച്ചൊക്കെ ഇടുമ്പോൾ ബുൾസൈ പൊട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നൗ വി ആർ ഗോയിങ് ടു മേക്ക് ബ്രെഡ്, ജസ്റ്റ് ബേസിക് ടോസ്റ്റ്. അപ്പം ഇതിൽ ഞാൻ ആക്ച്വലി ഒരു ഗീ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ബട്ടറും എനിക്ക് മേടിക്കാൻ പറ്റത്തില്ല ബിക്കോസ് ബട്ടറിൻ്റെ ബിഗ് ക്യൂബ്സ് ആണ് ഞാൻ ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ കണ്ടത്. ആക്ച്വലി വി ഗെറ്റ് ദ സ്മോൾ ക്യൂബ് ബട്ടർ ഉണ്ടല്ലോ, നമ്മൾ ഹോട്ടൽസിലൊക്കെ പോകുമ്പോഴത്തേക്കും ദേ ഗിവ് യു ചെറിയ ബട്ടർ ബ്രെഡിന് മുകളിലൊക്കെ ഇങ്ങനെ ഒന്ന് തേക്കാനായിട്ടൊക്കെ തരത്തില്ലേ. അപ്പോൾ അതുപോലത്തെ ബട്ടർ ചെറിയ ക്യൂബ്സ് സിംഗിൾ ക്വാണ്ടിറ്റി ഉണ്ടോ എന്ന് ഞാൻ നോക്കിയപ്പോൾ ദേ ഡിഡ്ന്റ് ഹാവ് സിംഗിൾ ക്വാണ്ടിറ്റി. ദേ ഓൺലി ഹാഡ് എ പാക്ക് ഓഫ് സ്മോൾ ക്യൂബ്സ് വിത്ത് എ പാക്ക് ഓഫ് 6 or 10 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. സോ ഐ ഡിഡ്ന്റ് ബൈ. അത് വാങ്ങിച്ചാലും മുഴുവൻ ശരിയാകുമെന്ന് എനിക്ക് തോന്നില്ല. സോ ദിസ് ഇസ് മൈ ഡേ. ഒരു ആപ്പിൾ ഇതിൻ്റെ മുമ്പിൽ ഉരുണ്ട് വന്ന് വീണ്ടിരുന്നു. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. സോ ഹാവ് എ ഗുഡ് ഡേ.